നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. ഒരുപാട് ആളുകൾ വോയിസുകൾ കേട്ട് 1000 സ്വലാത്ത് തുടങ്ങിയതായിട്ട് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. മനുഷ്യനെ മയക്കുന്ന സൗന്ദര്യം താജ്മഹലിനല്ല, കുത്തുബ് മിനാറിനല്ല, അത്ഭുതങ്ങൾ കിടന്നുറങ്ങുന്ന പിരമിഡുകളിലല്ല, ചൈനയുടെ വൻമതിലുകളിലല്ല. ഇൻഷാ അല്ലാഹ് കൊതിച്ച് ആഗ്രഹിച്ച് സ്വലാത്ത് ചൊല്ലി മദീനയെ നല്ലപോലെ മനസ്സിൽ ആഗ്രഹിക്കണം, മനസ്സുകൊണ്ട് പറക്കണം. ശരീരം എവിടെയാണെങ്കിലും നമ്മൾ മനസ്സുകൊണ്ട് പറക്കണം. മദീനയിൽ പോയി തേൻ നുകരണം. ആ മദീന ഹൈറാണ്. മദീനത്ത് പെട്ടെന്ന് എത്താൻ കഴിയൂല. നമ്മൾ മദീനയെ വല്ലാതെ ആഗ്രഹിക്കുമ്പോൾ, സലാത്ത് ധാരാളം ചൊല്ലുമ്പോൾ, 5000 10,000 ദിവസം സലാത്ത് ചൊല്ലുമ്പോൾ എനിക്ക് എത്താൻ കഴിഞ്ഞില്ല എന്ന് പ്രയാസപ്പെടേണ്ട. നമ്മൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ പരീക്ഷണങ്ങൾ വരും. അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കണം. ആഗ്രഹം വരണം. മദീനയോട് സന്തോഷത്തോടുകൂടി നമ്മൾ ആഗ്രഹിക്കുക. രോമാഞ്ചം വരണം മദീന എന്ന് പറയുമ്പോൾ. മറിച്ച് തങ്ങളെ സ്നേഹിക്കുന്നവർ ഒരിക്കലും വിജയിക്കാതിരിക്കില്ല. തങ്ങളെ സ്നേഹിക്കാതെ നമുക്ക് എവിടെയും മുന്നേറാൻ കഴിയില്ല. ആ പൊരുത്തമില്ലാതെ കരകയറാനും പറ്റില്ല. ഒരുപാട് ത്യാഗം ചെയ്യാതെ മദീനത്തെത്താൻ കഴിയില്ല. മദീനയിലെ മണ്ണ് പോലും നാളെ സാക്ഷിയാണ്. ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ഒരിക്കലും നിങ്ങൾ കൈവിടരുത് എന്നാണ് ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത്. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയിൽ തന്നെ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് കഥ പറയാനുണ്ട്. അവിടുത്തെ പർവ്വതങ്ങൾക്ക്, അവിടുത്തെ കാറ്റിന്, എല്ലാത്തിനും മദീനയുടെ കഥ പറയുന്നതിന് മുമ്പ് മക്കയിൽ നിന്നാണ് കഥ തുടരേണ്ടത്. ഇതൊക്കെ കേട്ട് മദീനയെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി സ്വലാത്ത് ചൊല്ലി ഒരു സമ്മാനമായിട്ട് വേണം നമുക്ക് മദീനയിലേക്ക് എത്താൻ. അതിനൊക്കെ അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അല്ലാതെ വെറുതെ അങ്ങ് നമ്മൾ 1,00,000 കൊടുത്തിട്ട് പോയാൽ പോരല്ല. അതിന് മുമ്പ് നമ്മൾ നന്നായിട്ട് പഠിക്കണം, മനസ്സിലാക്കണം. എന്ന് മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ട് ഇൻഷാ അല്ലാഹ് മദീനയുടെ മണ്ണിലെത്തണം. അവിടെ എത്തുമ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ വരും. ഇപ്പോൾ മക്കയിൽ നിന്ന് ഹിജറ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് തങ്ങളും അവിടെ പോയപ്പോൾ അവർ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടു. അവിടെ പനി വന്നു, ബാധിച്ചു, പ്രയാസങ്ങൾ നേരിട്ടു. എന്നിട്ട് തിരിച്ച് മക്കയിലേക്ക് തന്നെ പോയാൽ മതിയായിരുന്നു സിദ്ദീഖ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പ്രയാസം, നമ്മൾ ഒരുപാടൊരു കാര്യത്തെ ആഗ്രഹിക്കുമ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾ അല്ലാഹു തരും. അതിൽ നിന്നൊക്കെ നമ്മൾ ഈമാനോടുകൂടി പിടിച്ചു നിന്ന് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്താൻ കഴിയണം. ഈ ഞാനൊരു പ്രേമം പറയാൻ ഞാനാരുമല്ല, പാണ്ഡിത്യം പറയാൻ ഞാനൊരു പണ്ഡിതനുമല്ല, ലാളിത്യം പറയാൻ ഞാനൊരു സ്വാർത്ഥികനല്ല, പരിത്യാഗം പറയാൻ ഞാനൊരു പരിത്യാഗിയല്ല, സൂക്ഷ്മത പറയാൻ ഞാനൊരു സൂഫിയല്ല, വൈദഗ്ധ്യം പറയാൻ ഞാനൊരു വിദഗ്ധനല്ല, ഇഷ്ക് പറയാൻ ഞാനൊരു ആശിക്കുമല്ല. പിന്നെ ഞാനാരാ? സകല പാപികളും രക്ഷപ്പെട്ടത് ഈ ഇഷ്ക് പറഞ്ഞിട്ടാണല്ലോ. അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹിദ്മത്ത് ചെയ്യാം, അവിടുത്തെ മദ്ഹ് പറഞ്ഞിട്ട്, അവിടുത്തെ സലാത്ത് എല്ലാം പറഞ്ഞിട്ട്. അങ്ങനെയെങ്കിലും ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഇഷ്ക് പറഞ്ഞിട്ടെങ്കിൽ രക്ഷപ്പെടാൻ കഴിയുമല്ലോ എന്നുള്ളതാണ്. ഏത് കൊടുമ്പാവിയും ഹൃദയത്തിൽ ആത്മാവിൻ്റെ സ്വർഗത്തിൻ്റെ പരിമളത്തിലേക്ക് കൂടണയുന്നത് ഇഷ്ക് പറഞ്ഞിട്ടാണല്ലോ. എത്ര വലിയ ദോഷിയാണെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ക് പറഞ്ഞ സ്വലാത്ത് പറഞ്ഞിട്ടാണ്. ആ ഒരു പ്രതീക്ഷയാണ്. അല്ലാഹു തആല നമ്മളെയൊക്കെ നന്നാക്കട്ടെ ഇൻഷാ അല്ലാഹ്.